ഐശ്വര്യ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നിയമസഭയുടെ മുമ്പിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും അത് LDF ആകുമ്പോൾ UDF ആകുമ്പോൾ ഉണ്ടാവാറുണ്ട്. അവരെ വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ എല്ലാവരും മുതിർന്ന സംഘടനകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഈ ജലപീരങ്കി ഉപയോഗിക്കുക അത് സർവ്വസാധാരണമാണ്. അല്ലെങ്കിൽ ആത്തിവീശും, കണ്ടുകൊള്ളു പോവുകയാണെന്നുണ്ടെങ്കിൽ ആത്തിവീശാറുണ്ട്. ഇപ്പം ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനക്കെതിരെ ജലപീരങ്കി ഉപയോഗിക്കുന്നു. അതെങ്ങനെ ഒരു വാട്ടർ ബോട്ടിലാക്കിയെന്നറിയില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ വൻ പ്ലാനഡ് ആയിരിക്കും. കുട്ടികൾ സ്കൂളിൽ പോകുന്ന പോലെ വാട്ടർ ബോട്ടിലൊക്കെ തൂക്കിയിട്ട് ബാഗിലിട്ടിട്ട് അവിടെ പോകുന്നുണ്ടാവും നിയമസഭ പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട്. ജലപീരങ്കി അതെ. അപ്പം ഈ പറഞ്ഞ പോലെ ജലപീരങ്കി അടിക്കുന്നു. അതെങ്ങനെ വെള്ളം അവർക്ക് കിട്ടിയെന്ന് എനിക്കും അറിയില്ല. കാരണം അവർ ഈ അമ്മാരി വലിയ പ്രക്ഷോഭമായിരിക്കും നടക്കുക. അപ്പോൾ ഈ കുപ്പി പിടിച്ച് ഇങ്ങനെ അതിന് കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ അങ്ങനെ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ നിലത്ത് ചാടിയ വെള്ളം കിട്ടണം. അപ്പം എന്തായാലും മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് രാജൻ MLA ഈ സാധനം കൊണ്ടുപോയി കൊടുക്കുന്നു. അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇവിടെ ഷിഗില്ല പോലത്തെ പല വൈറസുകളും പകരാനുള്ള കാരണം ഇത്തരത്തിൽ ഗവൺമെൻറ് അശ്രദ്ധ മൂലമാണെന്നുള്ളതും ഇത്തരത്തിൽ ചളിവെള്ളമാണ് പ്രക്ഷോഭകർക്കെതിരെ യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇതിന് മറുപടിയായിട്ട് VS ജോയൊക്കെ തഗ് മറുപടിയാണ് അവിടെ കൊടുത്തത്. ഇതെങ്ങനെയാണ് പിടിച്ചതെന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം ഞങ്ങളും കുറേ സമരം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ആ വെള്ളം വാട്ടർ ബോട്ടിലാക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങളെങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത് അദ്ദേഹം വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സാധനം, ഈ ചളിവെള്ളം എന്ന് പറയുന്നത് റോട്ടിൽ നിന്ന് കോരിയെടുത്തതാണെന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ഒരിക്കലും കിട്ടില്ല, മേത്തടിച്ച് സ്വാഭാവികമായിട്ടും മണ്ണിലോട്ട് പോകും. അവിടുന്ന് അതിൻ്റെ ചിത്രം സഹിതം പുറത്തു വന്നു. പിന്നീട് മാധ്യമങ്ങളെല്ലാം പുറത്തു വിട്ടത് ഒരാൾ ഇരുന്നങ്ങാണ്ട്, ഒരു പ്രവർത്തകൻ നിലത്തുള്ള വെള്ളം കുപ്പിയിലോട്ട് കോരിയാക്കുന്നു. എന്നിട്ട് അടച്ചിങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ രാജന് കൊടുക്കുന്നു. രാജനത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇത് സഭയിൽ വലിയ ചർച്ചയാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു അവരെ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടാവില്ല അവിടെ. കാരണം ചെയ്യുമ്പോഴും മാധ്യമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യം ഇല്ലാത്തവരാണോ അവരെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ രണ്ടാമതായിട്ട് പാവം പിടിച്ച പിണറായി വിജയന് അവിടെ എന്തോ ഒരു വ്യക്തിവൈരാഗ്യം തീർത്തതാണ് ഈ രാജൻ, അല്ലെങ്കിൽ രാജൻ ഈ വെള്ളം കൊടുത്ത ആൾക്കാർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കൃത്യമായിട്ടും ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതെ, അതിനിടയിൽ ഇങ്ങനെ ഒരു കുപ്പി കൊടുത്തിട്ട് ആശാനെ കാച്ചിക്കോ ഞങ്ങൾ പറയുണ്ടെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊണ്ട് കുഴി ചടിച്ച പോലെയായി. ഇതിലും വലിയൊരു അടി കിട്ടാനില്ല ആൾക്ക്. നമ്മൾ കൃത്യമായിട്ടും ഫോട്ടോ ഉൾപ്പെടെ മെട്രോ വാർത്തയിലും എന്തോ വന്നു കഴിഞ്ഞു. ഈ കോരി നടക്കുന്നത്, അതായത് റോട്ടിൽ നിന്ന് വെള്ളം കോരി നടക്കുന്നത്. ഫവാസ് പറഞ്ഞ പോലെ ഒരിക്കലും വാട്ടർ ബോട്ടിൽ ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് ജലപീരങ്കി വരുന്ന സമയത്ത്, ജലപീരങ്കി ഇപ്പോൾ വരും അപ്പൊ തന്നെ ഇങ്ങനെ വെള്ളം നിറക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ യൂറിനൊക്കെ ടെസ്റ്റിന് കൊടുക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് എടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് എനിക്ക് ശരിക്കും തോന്നുന്നത് പിണറായി വിജയനെ ശരിക്കും ഇങ്ങോട്ട് പണി കൊടുത്തതാണ്. ആ മനുഷ്യനെ കുറേ നാളുകളായിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട്. നേരത്തെ 10 വർഷക്കാലം അദ്ദേഹം ഭരിച്ച സമയത്തും പറയുന്നുണ്ട്, പേപ്പർ ഏതാന്ന് പോലും അറിയാണ്ട് ശിവശങ്കരൻ കൊടുക്കുന്നതിൽ ഒപ്പിടുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ള രീതിയിലൊക്കെ. അതായത് പിണറായി വിജയനെ ആരൊക്കെയോ കൂടെ നിന്ന് ചതിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നും ഈ ചതികൾ ഏറ്റുവാങ്ങാനുള്ള ചന്തുവിന്റെ ജീവിതമാണ് ശരിക്കും നിയമസഭയിൽ നമ്മൾ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ടുള്ള തെളിവുകൾ വരും എന്നിരിക്കെ ഈ ഒരു സമരം മാർച്ചൊക്കെ നടക്കുന്ന ഒരു സമയത്ത്, പ്രക്ഷോഭത്തിന്റെ സമയത്ത് ഒരുപാട് മാധ്യമങ്ങൾ അവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു ക്യാമറയിൽ ഈ ഒരു ചിത്രം പതിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിലും എങ്ങനെ പിടിച്ചു എന്നുള്ള ചോദ്യം വരാം. ഈ വരും വരായികളൊന്നും ഓർക്കാണ്ട് ആശാനെ കേച്ചിക്കോ എന്ന് പറഞ്ഞിട്ട് രാജൻ അതുകൊണ്ടേ കൊടുത്തെങ്കിൽ രാജന്റെ ഉദ്ദേശമാണോ അതോ രാജൻ വഴി പിണറായി വിജയന് പണി കൊടുത്തതാണോ എന്നറിയില്ല. എന്തായാലും പ്രായത്തിന്റെ ഒരു എടുത്തുചാട്ടം കൊണ്ടായിരിക്കും അദ്ദേഹം വരും വരായികളെ കുറിച്ച് ചിന്തിക്കാണ്ട് ബാക്കിയൊന്നും ആലോചിക്കാണ്ട് നിയമസഭയിൽ ഈ ചെളിവെള്ളവും കൊണ്ടുപോയി അങ്ങ് പരിഹാസ്യനായി എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ഗ്രൂപ്പുണ്ട്. കാരണം പല ആൾക്കാരും ഒഴിവാക്കാൻ MLA ആവാൻ വരെ യോഗ്യനല്ലാത്ത ആളാണ് അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ രാജനെ വിലക്ക് വാങ്ങിച്ചങ്ങാണ്ട് പൈസ കൊടുത്തങ്ങാണ്ട് സഖാവെ കുറച്ച് വെള്ളം തരാം, ആ വെള്ളം അതെ. അപ്പോൾ മുൻകൂർ പ്ലാൻ ചെയ്ത ഒരു ഡ്രാമയുടെ ഭാഗമായത് ഈ പറയപ്പെട്ട പോലെ പിണറായി വിജയന്റെ പക്ഷേ ഇരയായതായിരിക്കാം. ഉറപ്പായിട്ടും. ഇത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു റീ എൻട്രിക്കുള്ള ഒരു കളം കൂടിയാണ് അവിടെ വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്ക് ഈ വിഷയത്തിൽ ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 10 വർഷം ഭരിച്ച സമയത്ത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേരെ എറിഞ്ഞത് പനിനീരാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതും ഈ ഒരു മാസം കൊണ്ട് ചെളിവെള്ളം നിറഞ്ഞ എവിടെ നിന്നാണ് ഇതെടുക്കുന്നത് എന്നുള്ളതും പ്രോട്ടോകോൾസും കാര്യങ്ങളും നിയമവശങ്ങളും ഒക്കെ അറിയാവുന്ന ആളാണല്ലോ പിണറായി വിജയൻ. അപ്പം അത്തരം ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു ദിവസം മലിനജലം കൊണ്ടേ ഇവരുടെ മേത്തേക്ക് ജലപീരങ്കിയായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. ആഭ്യന്തരം ഭരിക്കുന്ന ഒരാൾക്ക് രമേശ് ചെന്നിത്തല ഇത് കൃത്യമായിട്ടും ക്ലിയർ ചെയ്യും എന്ന് പിണറായി വിജയൻ അറിയായികയല്ല. എന്നിട്ടും ഇത്തരത്തിൽ കോമാളിയാകാൻ സ്വയം നിന്നു കൊടുത്തത് എന്തിനാന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഇപ്പോൾ ഇത് ഷിഗല്ല പോലെയുള്ള രോഗങ്ങൾ പടരും എന്നുള്ള വെളിപാട് ആ മനുഷ്യന് പെട്ടെന്ന് വന്നല്ലോ. ഈ കറക്റ്റ് ഒരു മാസം മുന്നേ
കറക്റ്റ് ഒരു മാസം മുന്നെയാണെന്ന് തോന്നുന്നു വട്ടിയൂർക്കാവ് സമരം നടന്ന സമയത്ത് BJP നമ്മുടെ മഹിളാ മോർച്ചയ്ക്കെതിരെയാണെന്ന് തോന്നുന്നു ജലപീരങ്കി ഇതുപോലത്തെ ഇതേ സെയിം സംഭവം അരങ്ങേറിയായിരുന്നു. അന്ന് VV രാജേഷ് മേയറായിട്ടുള്ള VV രാജേഷ് ചോദിച്ചിരുന്നു. ഇതേ സ്റ്റേറ്റ്മെന്റ് ആ മനുഷ്യൻ അന്ന് ഉയർത്തിയിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ VD സതീശൻ കയറിയിട്ടില്ല. അതിന് തൊട്ട് മുന്നേ, അതായത് പിണറായി വിജയൻ തൽക്കാലം മന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത്, മുഖ്യനായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് VV രാജേഷ് ഇതേ സ്റ്റേറ്റ്മെന്റ്, ഇത്രയും രോഗങ്ങൾ പകരാൻ ചാൻസ് ഉള്ള ഇത്രയും ഇങ്ങനെയുള്ള വെള്ളമാണ് അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് VV രാജേഷ് പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഈ വെള്ളം പനിനീര് തന്നെയായിരുന്നു. കാര്യം പിണറായി വിജയന്റെ വാട്ടർ ടാങ്കിൽ നിന്നും വന്നതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു മാസം, കറക്റ്റ് ഒരു മാസം തികഞ്ഞപ്പോൾ ഈ സംഭവം പിണറായി വിജയൻ തന്നെ VV രാജേഷിന്റെ അതേ ഡയലോഗുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് SFIക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പിയൊക്കെ കാണിച്ച്, പണ്ട് പിണറായി വിജയന്റെ പണ്ടത്തെ ഒരു നിയമസഭാ പ്രസംഗം, ശരിക്കും MLA ആയിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു ചരിത്ര പ്രസംഗം എന്ന് പറയുന്നത് പോലീസുകാരുടെ അടി കൊണ്ടിട്ട് ചോര പറ്റിയ ഡ്രസ്സുമായിട്ട് വന്ന് ഇതുപോലെ സഭയിൽ ഉയർത്തിക്കാട്ടിയ ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആ ഒരു നേതാവിനോട് ആരാധന തോന്നാത്തവർ ആ സമയത്ത് കുറവാണ്. അടികൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ആ ചോര വീണ ഡ്രസ്സ് ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം, അതായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്നൊരു സാധനം. പക്ഷെ അതേ സ്ഥലത്താണ് ഈ കുപ്പിയിലെ വെള്ളവും കൊണ്ട് വന്ന് അംഗനവാടി പിള്ളേരെ പോലെ പൊക്കി കാണിച്ചുകൊണ്ട് ഇതാണ് ഷിഗല്ല മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു കോമാളി പരിവേഷത്തിലേക്ക് വന്നത്. ശരിക്കും ശൈലജ ടീച്ചറെ എത്തരത്തിലാണ് ഒതുക്കിയത്, അതിനേക്കാൾ ദയനീയമായിട്ട് പിണറായി വിജയനാണ് അടുത്ത എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു കുഴിയിൽ കൊണ്ട് മനുഷ്യനെ ചാടിക്കില്ല. ഇതും രണ്ടും രണ്ട് വശങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അന്ന് ഇതുപോലെ ചോര വീണ, അത് സത്യമുള്ളൊരു കാര്യമായിരുന്നു. ചോര പറ്റിയ ഡ്രസ്സ് ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം, അതൊരു മാസമായിട്ട് അപ്പുറത്ത് നിൽക്കുമ്പോൾ അതേ സ്ഥലത്താണ് ഇപ്പുറത്ത് ഒരു കുപ്പിയിൽ കുറച്ച് കലക്കവെള്ളവും കൊണ്ട് വന്നിട്ട് ഇത്തരത്തിലൊരു ഡ്രാമ നടത്തുന്നതും, അത് പൊളിഞ്ഞു വീണ് VS ജോയെ പോലുള്ളവരൊക്കെ ഇത്രയും ട്രോളുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് സ്വന്തം കൂടെ നിന്നവർ പോലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ ഇപ്പം നാറി നിൽക്കേണ്ടി വരുന്നതും. എന്തറിയോ, ഇപ്പോൾ ഒന്നാമത് പറഞ്ഞ പോലെ ജനറേഷൻ ഗ്യാപ്പ് അദ്ദേഹത്തിൻ്റെ ഇടയിൽ നന്നായിട്ടുണ്ട്. കാരണം ഒന്ന് ഇത്ര വയസ്സായി കഴിഞ്ഞ കുറച്ചൊരു 16 വർഷങ്ങളായി പാർട്ടിയെയും എന്താ പറയുക ഗവൺമെൻറ്റിനെയും അടക്കി ഭരിച്ച ആളായിരുന്നു. അപ്പോൾ കാലം മാറി. ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ ഒക്കെ നോക്കിയാൽ ഒരുപാട് യൂത്ത് ഫേസാണ് അവിടെ ഉള്ളത്. ഇത്തരത്തിൽ ഒരു വാർദ്ധക്യം പിടിച്ച ഒരാളവിടെ ഇരിക്കുമ്പോൾ അത്തരത്തിൽ അവിടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ VS ജോയൊക്കെ അവിടെ നിന്നിട്ട് കൊടുക്കുന്ന മറുപടി നമുക്കറിയാം. VS ജോയൊക്കെ ആദ്യമായിട്ട് നിയമസഭ കാണുന്നത് എന്നുള്ളത് അത്തരത്തിൽ ആ ഒരു സാധനം പോലും അയാളുടെ ഫേസിലില്ല, തപ്പലോ തടയലോ ഒന്നുപോലും ഇല്ല. അത്തരത്തിൽ പിണറായി വിജയനിട്ട് എല്ലാ ഭാഗത്തും അലക്കാണ്. അതിൻ്റെ രമേശ് പിഷാരടി എത്തുന്നു, ഒരു ഭാഗം സ്വന്തം പാട്ട് പാടിയിട്ട് അദ്ദേഹത്തിന് അടി കൊടുക്കുന്നു, G സുധാകരൻ കൊടുക്കുന്നു. അപ്പോൾ ഈ വഴിയിലും പോണോലൊക്കെ മേടി പോകുന്ന ഒരു ഇരയായി അദ്ദേഹം മാറി എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നീ പറഞ്ഞ പോലെ അദ്ദേഹം പ്രായത്തിന്റെ ആ ഒരു പ്രശ്നം ഒന്നായിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പം അതിന് പറ്റിയൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോയി ഇരുത്തണമായിരുന്നു. കാരണം ഇത്രത്തോളം യൂത്ത് നിൽക്കുന്ന ഒരു പിന്നെ സഭയിൽ അവരോട് പിടിച്ച് നിൽക്കണം, അവരോട് വിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു യൂത്തിന്റെ അപ്പുറത്തെ സൈഡിലും വേണമായിരുന്നു. അതർ സൈഡിൽ വരുന്ന ഇപ്പുറത്തെ സൈഡ് ഇത്രയും സ്ട്രോങ് ആണെന്ന് കൂടി ഓർക്കണം. കഴിഞ്ഞ തവണ അംഗബലം തീരെ കുറഞ്ഞിട്ട് പോലും UDFന് ഭരണപക്ഷത്ത് മന്ത്രിമാർ അത്രയും പേരുള്ളവരോട് പിടിച്ചു നിൽക്കാൻ പറ്റിയ ടീമാണ്. ഇപ്രാവശ്യം 35 പേരെയും കൊണ്ട് അപ്പുറത്തിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഭരണബലം തന്നെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പില്ലാത്ത, അല്ലെങ്കിൽ യൂത്ത് ഒട്ടും ഇല്ലാത്തൊരു ഒരു പക്ഷമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇവിടെ ഇവർ മാത്രമല്ല, ആദ്യമായിട്ട് BJPയുടെ 3 പേരും കൂടി സഭയിലുണ്ട്. അപ്പൊ സഭാ വിശേഷങ്ങൾ ഭയങ്കരമായിട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ ബാലിശമായിട്ടുള്ള കുറെ ഇടപെടലുകളാണ് നിയമസഭയിൽ അദ്ദേഹം നടത്തുന്നത്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നെന്ന് തോന്നുന്നേ ഇല്ല. കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് മദ്യനയത്തിന്റെ പേരിൽ ഇവർ നടത്തിയ പ്രതിഷേധത്തെയും സ്പീക്കർ നേരിട്ട രീതിയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കോമഡി ആയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്ര കടന്നതിൽ ഒച്ച വെച്ചോ, ഞാൻ വാച്ചാൻ വാർഡിനെ വിളിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് പോക്കോ. അതായത് അവരെന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്, വാച്ചാൻ വാർഡിനെ വിളിക്കും, ക്യാമറ അറ്റൻഷൻ കിട്ടുന്നു, അത് അടുത്ത പ്രശ്നമാകുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ മറഞ്ഞു പോകുന്നു. പക്ഷെ അവർ ഇത്ര നയപരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. തിരുവഞ്ചൂരിന്റെ ആ ഒരൊറ്റ ചിരിയിൽ അവർ പറഞ്ഞു, നിങ്ങൾ എത്ര പ്രതിഷേധിച്ചാലും ഞാൻ വാച്ചാൻ വാർഡിനെ വിളിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് പോക്കോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ. ഇത്രയും നയപരമായിട്ടാണ് ശരിക്കും ഇപ്പോൾ ഭരണപക്ഷം അടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ സഭാവിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. ശരിക്കും VD സതീശൻ കഴിഞ്ഞ ദിവസം പറയാൻ തുടങ്ങുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മുഖ്യമന്ത്രിയായിട്ട് പോലും പ്രതിപക്ഷ നേതാവിനോട് എല്ലാ മാന്യതയും കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, താങ്കൾക്ക് ഞാൻ വഴങ്ങാം, താങ്കൾ പറയുന്നത് ഞാൻ കേൾക്കാം, ആദ്യം ഞാൻ ഈ ഭാഗം പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ പിണറായി വിജയൻ പ്രായക്കൂടുതൽ കൊണ്ടാവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ പരിജ്ഞാനക്കുറവുകൊണ്ടായിരിക്കാം, അദ്ദേഹം കേട്ടത് യു ഹാവ് നോ റൈറ്റ് എന്നുള്ളത് മാത്രമാണ്. അപ്പം അദ്ദേഹം അതാക്കി അടുത്ത വിഷയം, അതായത് ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ആ ഒരു വേർഡ് പിടിച്ചിട്ട്
എനിക്ക് അവകാശമില്ല എന്ന് പറയാനുള്ള എന്ത് അവകാശമാണ് വി.ഡി. സതീശന് മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്ന് ചോദ്യം ചോദിക്കുകയാണ്. ലാസ്റ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ ഇടപെട്ട് ഇത്രയും 10 വർഷക്കാലം ഭരിച്ചൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒരു വകതിരിവ് ഉണ്ടാവുമല്ലോ, മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അദ്ദേഹം. എന്നോട് അവകാശം ഇല്ലെന്ന് പറയാൻ എന്ത് അവകാശമാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്ന്. പക്ഷേ ഇതിലെ കോമഡി എന്ന് വെച്ചാൽ, ഒന്നാമത്തത് വി.ഡി. സതീശൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇതിൽ ഈ പറയുന്നതിനിടയ്ക്ക് ഇൻറപ്റ്റ് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തിരുവഞ്ചൂർ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, താങ്കൾക്ക് അവകാശമില്ലെന്നല്ല, ഞാൻ പറയുന്നത് മുഴുവിപ്പിക്കട്ടെ, അതിനിടയിൽ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ കൊണ്ട് തന്നെ ആദ്യത്തെ വാദം തീർന്നു. രണ്ടാമതായിട്ട് മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. 10 വർഷക്കാലം ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്താണ് നയം എന്നുള്ളത് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് അറിയാണ്ടല്ലോ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചത്. അപ്പോൾ പിണറായി വിജയനാണ് കഴിഞ്ഞ 10 വർഷം സർക്കാരിൻ്റെ നയം വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു മാസക്കാലത്തോളമായിട്ട് ഇപ്പോൾ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിനാണ് സർക്കാരിൻ്റെ നയം പറയാനുള്ള അവകാശമുള്ളത്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് അടങ്കോലിട്ടപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കയറാനുള്ള അവകാശം താങ്കൾക്കില്ലെന്ന്. പ്രതിപക്ഷ നേതാവ് ഇത്രയും വിവരമില്ലായ്മയിലേക്ക് പിണറായി വിജയൻ കൂപ്പുകുത്തി എന്ന് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത്രയും രസകരമായിട്ടാണ് ഇപ്പോൾ സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിണറായി വിജയനെ കൊണ്ട് കോമാളി കളിപ്പിക്കുകയാണോ അതോ ആരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ നാണക്കേടെന്നല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ പറയാനില്ല.